കോന്നിയിൽ അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവുമായി ശിവഗിരി മഠം. രാഹുൽ ഗാന്ധിക്കും KC വേണുഗോപാലിനും ശിവഗിരി മഠം കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ ജയിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ടെന്നും കോന്നിയിൽ അടൂർ പ്രകാശിന് വിജയസാധ്യത ഉണ്ടെന്നും ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ 24 പറഞ്ഞു. കൊടുത്താൽ കൊള്ളാമെന്നുള്ള അഭിപ്രായം ഉണ്ടായി. ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായി. പിന്നോക്ക സമുദായങ്ങളുടെ MLA കുറവാണ്. അപ്പൊ പിന്നോക്ക സമുദായങ്ങളെ കൂടുതൽ ജയിച്ചു വരണമെന്ന് ശിവഗിരി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ കോന്നിയിലായാലും അദ്ദേഹം ആണെങ്കിൽ ജയിക്കുമെന്നുള്ള ഒരു അഭിപ്രായം പൊതുവെ ഉണ്ടായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അവിടെ നിൽക്കട്ടെ എന്നുള്ള അഭിപ്രായം പൊതുവെ വരുന്നേ ഉള്ളൂ. ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, ഇപ്പോൾ അടൂർ പ്രകാശിന് കോന്നിയിലുള്ള സ്വാധീനത്തെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ അത് ഈ MP മത്സരിക്കണോ വേണ്ട എന്നുള്ള കാര്യത്തിൽ തീരുമാനമാവാതെ എങ്ങനെയാണ് ശിവഗിരി മഠത്തിന്റെ ആവശ്യത്തെ ഹൈക്കമാൻഡിനും പരിഗണിക്കാൻ പറ്റുക? ഷിജോ, ഹാഷ്മി, സ്മിത, ഈ കോന്നിയിൽ അടൂർ പ്രകാശ് മത്സരിക്കണം എന്നുള്ള ഒരു ആവശ്യം പൊതുവിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ളതിനപ്പുറത്തേക്ക് കോന്നിയിൽ അടൂർ പ്രകാശ് തന്നെ മത്സരിക്കണം എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇതിനോടകം തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. അതിനിടയിലാണ് ഇത് ആദ്യമായിട്ട് ശിവഗിരി മഠം അടൂർ പ്രകാശിന് വേണ്ടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു കാലത്ത് കോൺഗ്രസ് നേതൃത്വത്തെ അതിരൂക്ഷമായിട്ടൊക്കെ ശിവഗിരി മഠം വിമർശിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ശിവഗിരിയിൽ നേരത്തെ വന്ന് സന്ദർശനം നടത്തിയപ്പോഴും ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കഴിഞ്ഞ കാലങ്ങളിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോഴുമൊക്കെ കോൺഗ്രസിനെ നിശ്ചിതമായിട്ട് ശിവഗിരി മഠം പല കാര്യങ്ങളിൽ വിമർശിച്ചിട്ടുണ്ട്. കാരണം SNDP സമുദായത്തിൽപ്പെട്ട ഈ പറയുന്ന ആളുകൾക്ക് ഒരു പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തവണ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോന്നിയിൽ അടൂർ പ്രകാശിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ KC വേണുഗോപാലിനും രാഹുൽ ഗാന്ധിക്കും കത്ത് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ MPമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഹൈക്കമാൻഡ് തീരുമാനമാണെങ്കിൽ പോലും അടൂർ പ്രകാശിന്റെ MP സ്ഥാനം രാജിവെപ്പിച്ചുകൊണ്ട് അടൂർ പ്രകാശിനെ കോന്നിയിൽ മത്സരിപ്പിക്കണം. കോന്നിയിൽ അടൂർ പ്രകാശ് ജയിച്ചാൽ വിജയസാധ്യത 100%. മറ്റാരെങ്കിലും മത്സരിച്ചാൽ അവിടെ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അടൂർ പ്രകാശ് ആണെങ്കിൽ കോന്നിയിൽ ജയിക്കുമെന്ന് ശിവഗിരി മഠത്തിന് ഉറപ്പാണ്. ശിവഗിരി മഠത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ചെയ്തത്. അടൂർ പ്രകാശിന് വേണ്ടി പൂർണ്ണമായിട്ട് ശിവഗിരി മഠം രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി ശിവഗിരി മഠത്തിന്റെ മഠാധിപതിയായിട്ടുള്ള സ്വാമി സച്ചിദാനന്ദ 24 സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തെ തന്നെ അവിടെ മത്സരിപ്പിക്കണം. അദ്ദേഹം മത്സരിച്ചാൽ നല്ലതാണ്. അത് മാത്രവുമല്ല, പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾ നേതൃത്വ സ്ഥാനങ്ങളിലേക്ക് വരുന്നില്ല. അങ്ങനെ വരണമെന്ന് ശിവഗിരി മഠത്തിന് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് കത്തയച്ചതെന്ന് കൂടി ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.